ഹലോ ഗായ്സ്, ഞാൻ വീണ്ടും വന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ മാമൻ്റെ വീട്ടിലാണ്. പിന്നെ എൻ്റെ ഓണം ഫുള്ളും കുളമായി. എൻ്റെ അനിയൻ അഡ്മിറ്റായിട്ട് ആസ്പത്രിയിലാണുള്ളത്. ഇന്നത്ര ഡിസ്ചാർജ് ആവുന്നത്. പിന്നെ എനിക്ക് ഓണം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മാമൻ്റെ വീട്ടിൽ നിന്ന് നല്ല ഓണസദ്യ കിട്ടിയിരുന്നു. പിന്നെ അവിടുത്തെ വീഡിയോ ഇടാൻ അമ്മയും അച്ഛനും എല്ലാവരും ആസ്പത്രിയിലായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ നമ്മൾ ഒരിക്കലും കൂടി അവിടെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പോയാൽ നമ്മൾ ചിലപ്പം ഇടാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത് പോകും. പിന്നെ എൻ്റെ മാമൻ ഇതാണ് ആ നീലക്കുപ്പായിട്ടത്. പിന്നെ മാമൻ്റെ അമ്മ ഇതെൻ്റെ അച്ചാച്ചൻ. പിന്നെ ആ സൈഡിൽ കാണുന്നത് എൻ്റെ അമ്മമ്മ. ഇവിടെ വലിയമ്മയുണ്ട്. ഞാനവിടെയുണ്ട്. ഞാനവിടെയുണ്ട്. പിന്നെ നല്ല വീടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. LCD TV ആണ്, 50 ഇഞ്ചിൻ്റെ TV ആണ്. പിന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഗൈസ്. ഓണസദ്യയൊക്കെ ഉണ്ട്. എൻ്റെ അനിയൻ ഇവിടെ ഉണ്ട് ഗൈസ്. ഓണസദ്യയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഓണസദ്യ. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. നല്ല ഓണസദ്യ ആയിരുന്നു. എൻ്റെ മാമനും ഞാനും അനിയനുമായിരുന്നു വിളമ്പിയത്. ഞാൻ വിളമ്പുന്നത് എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ കുറേ എടുത്തു. പക്ഷേ ഉള്ളൊരു കാര്യം, അനിയനും അമ്മയോ അച്ഛനും ഇല്ലാത്തതുകൊണ്ട് ഒരു രസമുണ്ടായില്ല ഗൈസ്. ഇത് ഓണം പിന്നെ നമുക്ക് ഓണം ആഘോഷിക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ മരിച്ചിരുന്നു. നമ്മൾ പൂവൊക്കെ അങ്ങേ വീട്ടിൽ നിന്ന് വാങ്ങി മുറിച്ചൊക്കെ ഇട്ടതാണ്. പക്ഷേ അവിടെയുള്ള ഒരാൾ മരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഓണമില്ല ഗൈസ്. എന്താ ഒരവസ്ഥ. ഫുള്ള് പൂവൊക്കെ മുറിച്ച് കളമൊക്കെ വരച്ചിട്ടതായിരുന്നു. കളമൊക്കെ വരച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരാൾ വിളിച്ചു. അച്ഛൻ്റെ ഫ്രണ്ടാണ് വിളിച്ചത്. അന്നേരം ആൾ മരിച്ചിരുന്നു. നമ്മുടെ ബന്ധുവാണ്. പിന്നെ നമുക്ക് ഓണം ഉണ്ടായിട്ടില്ല. നല്ലൊരു ഓണം കഴിഞ്ഞു ഗൈസ്. പിന്നെ എനിക്ക് ഓണം, വിഷു ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ക്രിസ്മസ് ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. ഇതൊക്കെ ഒന്ന് അടിച്ച് പൊളിക്കാൻ കഴിയും. പിന്നെ ഓണസദ്യനെക്കുറിച്ച് ഞാൻ പറയാം. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഓണസദ്യ. നല്ല ഓണസദ്യ ആയിരുന്നു. പിന്നെ അവിടെ നമ്മൾ കുറേ കളിച്ചിരുന്നു. കളിക്കുന്നതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ലോണം കളിച്ചു. ഫുള്ള് വേർത്തിരുന്നു ഗൈസ്. പിന്നെ ഞാനും കളിച്ചു, അനിയനും കളിച്ചു, മാമനും. പിന്നെ വേറെ ആരെല്ലാം വന്നിരുന്നു. മാമൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വന്ന് കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. എന്താ പറയുക, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. അവിടെ ഫുള്ള് അടിച്ച് പൊളിച്ചിട്ടാണ് ഗൈസ് വന്നത്. പിന്നെ ഫുള്ള് കളിക്കായിരുന്നു ഗൈസ്. പിന്നെ ഓണസദ്യയെല്ലാം ഉണ്ട് കഴിഞ്ഞ് പിന്നെ ഫുള്ള് കളി ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളി. എല്ലാവരും നല്ല കളിയാണ് കളിക്കുന്നത്. പക്ഷെ ഒരുത്തൻ മാത്രം കള്ളക്കളി കളിച്ചിരുന്നു. അത് എൻ്റെ അനിയൻ തന്നെയാണ്. ഔട്ടാവില്ല. പിന്നെ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. അവിടെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ കളിക്കാനും ചിരിക്കാനും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു അവിടെ കളിക്കാനൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ കളിച്ച് കുറേ സമയം കളിച്ചു. പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് വന്നത്. പിറ്റേ ദിവസം വൈകുന്നേരമാണ് നമ്മൾ വന്നത് ഗൈസ്. പിന്നെ നല്ലോണം അവിടുന്ന് കളിച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെ. പിന്നെ പിറ്റേ ദിവസവും ഓണസദ്യ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം സാമ്പാറും അതൊന്നും അല്ല ഗൈസ്, മറ്റേ ബിരിയാണി ആയിരുന്നു ഗൈസ്. ബിരിയാണീൻ്റെ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വീടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ ഗൈസ്, ഞാനും അനിയനും എൻ്റെയും അനിയൻ്റെയും നടുക്ക് അമ്മമ്മയാണ് ഇരുന്നത്. എൻ്റെ അമ്മയുടെ അമ്മയാണത്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു അവിടെ കളിക്കാൻ. ഞാനിതിനെ വീണ്ടും പറയുന്നതൊന്നും നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല. എന്താണ് കാര്യം എന്ന് വെച്ചാൽ അവിടെ കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അത് നിങ്ങൾക്കും അവിടെ
പോകാം. അത് നമ്മൾ ഓൺലൈനിൽ നിന്നാണ് ഫുഡൊക്കെ വാങ്ങിയത്. പിന്നെ അവിടെ ഉണ്ടാക്കിയ ചോറും കുറച്ച് കഴിച്ചു. രാവിലെ ഇഡ്ഡലിയും അവിടെ നിന്ന് കഴിച്ചു.